ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 1 ശമൂവേൽ 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഈ ദിവസങ്ങളിൽ നാം ചെറിയ ന്യായാധിപന്മാരെക്കുറിച്ച് മനസ്സിലാക്കി വരികയാണല്ലോ. ഈ ന്യായാധിപന്മാരുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? ന്യായാധിപന്മാരുടെ പ്രധാന ചുമതല ഇസ്രായേലിനെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് വിമോചിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും ജനങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൗത്യവും ന്യായാധിപന്മാർ നിർവഹിച്ചിരുന്നു. ഇവരുടെ മുമ്പിൽ വന്ന ഏറിയ പരാതികളും തർക്കങ്ങളും ദരിദ്രർ, വിധവകൾ, പരദേശികൾ എന്നിവരുടെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ളവ ആയിരുന്നു. എന്നാൽ ഇന്ന് ചെറിയ ന്യായാധിപന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ഒരുവനാണ് ശങ്കർ. ഒന്നാമതായിട്ട് ശങ്കർ ആണ്. എന്നാൽ ഈ ന്യായാധിപനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട് തോല എന്ന ഒരു ന്യായാധിപൻ. ഈ ന്യായാധിപനെ രക്ഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പൂവാവിൻ്റെ മകനും ഇസാഖാർ ഗോത്രക്കാരനുമായിരുന്നു. എഫ്രയീമിലെ ശാമീരിൽ പാർത്തിരുന്നു. 23 വർഷം ന്യായപാലനം നടത്തി. ശാമീരിൽ തന്നെ അടക്കം ചെയ്തതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നു. എന്നാൽ തോല എന്ന പേരിൽ വേദപുസ്തകത്തിൽ മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ന്യായാധിപനായിരുന്നു യായീർ. ഇദ്ദേഹം 22 സംവത്സരം ശുശ്രൂഷ ചെയ്തു. ഗിലെയാദ്യനായിരുന്നു എന്നും 30 പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. 30 ഊരുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ഊരുകൾക്ക് ഹവോത്ത് യായീർ എന്ന പേർ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ കാമോനിൽ അടക്കം ചെയ്തു എന്ന് പറയുന്നു. ഈ യായീർ എന്ന പേരിലും മറ്റു വ്യക്തികൾ ഉണ്ടായിരുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 4-മത്തെ ന്യായാധിപൻ ഇബ്സാനായിരുന്നു. ഇഫ്താഹിനു ശേഷം ന്യായപാലനം ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ബെത്ലഹേമിനുമായിരുന്നു 7 സംവത്സരം ന്യായപാലനം ചെയ്തു. 30 പുത്രന്മാരും 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ബെത്ലഹേമിൽ അടക്കം ചെയ്തു. ന്യായാധിപന്മാർ 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചെറിയ ന്യായാധിപനെക്കുറിച്ച് നമുക്ക് കാണാം. 5-മതായിട്ട് ഏലോൻ. സെബൂലൂൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ന്യായാധിപനായിരുന്നു. 10 വർഷം ശുശ്രൂഷ ചെയ്തു. അയ്യാലോനിൽ അടക്കം ചെയ്തു. ഏലോൻ എന്ന മറ്റു വ്യക്തികളും വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഒരു സ്ഥലത്തിൻ്റെ പേരും ഏലോൻ എന്ന് കാണുന്നുണ്ട്. ഈ ന്യായാധിപനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 6-മതായിട്ട് അബ്ദോൻ. എഫ്രയീമിലെ പിരാഥോന്യ നിവാസിയായ ഹില്ലേലിൻ്റെ പുത്രനായിരുന്നു ഇദ്ദേഹം. 8 വർഷം ന്യായാധിപ ശുശ്രൂഷ ചെയ്തു. 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നു. മറ്റു പലർക്കും ഈ പേര് വേദപുസ്തകത്തിൽ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. എഫ്രയീം ദേശത്തെ പിരാഥോനിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അബ്ദോൻ എന്ന ഈ ചെറിയ ന്യായാധിപനെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഇങ്ങനെ ഓരോ ന്യായാധിപന്മാരുടെയും കാലഘട്ടം സമാധാനപരമായിരുന്നെങ്കിലും തുടർന്നുള്ള ഘട്ടങ്ങളിൽ ജനം ബോധിച്ച പോലെ നടന്നു എന്ന് ന്യായാധിപന്മാർ 17, 18, 21 അധ്യായങ്ങളിൽ പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മെ ചില ആത്മീക സത്യങ്ങളിലേക്കാണ് ആകർഷിക്കുന്നത്. അനുസരണക്കേട് ശിക്ഷണവും പീഡനവും നൽകുന്നു. അതേസമയം തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുകയും മോചനത്തിനായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ദീർഘക്ഷമയും മഹാദയയും മനസ്സലിവും ഉള്ളവനായ ദൈവം വിടുവിച്ച് രക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തെറ്റുകളെ മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.